ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ശരവണ ഭവനിൽ നിന്നൊക്കെ കിട്ടൂലേ സ്പെഷ്യൽ ടൊമാറ്റോ ചട്നി. അപ്പോൾ അതിൻ്റെ റെസിപ്പി നെറ്റി നോക്കി അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് എൻ്റെ രീതിക്കാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ശരവണ ഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന ചട്നിയിൽ അവർ ജീരകമൊക്കെ ഇടും കേട്ടോ. അത് അത്ര എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ ചേർക്കാം. അപ്പം ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിൽ വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിക്കുക. വെളുത്തുള്ളിയുടെ നല്ല ഒരു മണം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിക്കുക. അതിന് ശേഷം കറിവേപ്പിലിടുക. പിന്നെ കറിവേപ്പിലിടുമ്പോൾ തന്നെ നിങ്ങൾ വറ്റൽമുളക് ഇടണം കേട്ടോ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് വറ്റൽമുളക് ഇട്ടത്, മറന്നുപോയതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം വെളുത്തുള്ളി ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് ഒരു കളർ മാറുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഈ സവാള നിങ്ങളുടെ ഇഷ്ടാനുസൃതം ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. കാരണം നമ്മളിത് അരയ്ക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു കളർ മാറുന്ന ടൈമിൽ ഇത് നന്നായിട്ട് സവാള എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് മാറി തുടങ്ങും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിടാൻ ഇത്തിരി വേഗിപ്പോയി. അങ്ങനെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അടുത്തത് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ്. തക്കാളിയുടെ അളവ് എന്ന് പറയുമ്പം അത് ഇത്തിരി കയറി ഇരുന്നോട്ടെ കേട്ടോ. കാരണം ചട്നി എന്നൊക്കെ പറയുമ്പം ഇത്തിരി പുളി വേണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3 പേർക്ക് ഒരു നേരത്തേക്ക് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു സവാളയുടെ പകുതിയും അതുപോലെ ഒരു 5 വെളുത്തുള്ളി, 2 വറ്റൽമുളക് ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. തക്കാളി ഞാൻ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പുളി വേണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു അര സവോളയ്ക്ക് ഒരു 3 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. ഞാനൊരു 2 തക്കാളി ഇങ്ങനെ ക്രോസായി കട്ട് ചെയ്തിട്ട് അത് വഴറ്റി കൊടുക്കും. തക്കാളി ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതിങ്ങനെ കുത്തി നോക്കി അറിയാൻ പറ്റും, ഒരു പേസ്റ്റ് പോലെ ആവും. അപ്പോൾ ആ ഒരു ഫോമിൽ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വറ്റൽമുളക് നമ്മൾ ഇട്ടത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അത്യാവശ്യം എരിവിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന്, അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്ക് അളവ് അറിയാത്തവർ 2 വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും, ആവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ ഒരു കളറിനും അതിൻ്റെ ആ ഒരു ചോയ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം അത് ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തണുത്തതിന് ശേഷം മാത്രം അരയ്ക്കുക, അല്ലെങ്കിൽ ജാറ് കേടായി പോവും. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം ഒരു ചട്ടി എടുത്തിട്ട് കടുക് വറുക്കുക. ഈ കടുക് വറുക്കുന്ന സമയത്ത് എഗെയിൻ വെളുത്തുള്ളിയും അതുപോലെ ജീരകമൊക്കെ ഇടണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും പറ്റൂല. അപ്പോൾ കടുക് വറുത്തിട്ട് ഞാൻ അതിൽ കറിവേപ്പില മാത്രം ഇട്ടിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചത് അതിലിട്ടു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.